ഫ്രണ്ട്സെല്ലാവും അവൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്ന ഒരു മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്, ഒരു പോളിസ്കോസ്കി ഗെയിമാണ് നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ കളി തുടങ്ങാനായിട്ട് പോവുകയാണ്. നമ്മൾ കളിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ പറയുന്നത് മൈൻക്രാഫ്റ്റ് പറയേണ്ട വെച്ചാൽ വേൾഡ് വൈഡിൽ ഓപ്പറായിട്ടുള്ള ഗെയിമാണ്. നിങ്ങൾ വിചാരിക്കും എനിക്ക് ഓടുന്നതാണ് ഇന്നത്തെ ഐറ്റംസ് എന്നൊക്കെ ഫോർ ഗൈസ്, ബിക്കോസ് ഞാൻ എൻ്റെ രാവിലെ വരെ തോപ്പിച്ച് ഞാൻ മറ്റേ നെതറിൽ പോയി നെതറായിട്ട് എടുത്ത് ഉണ്ടാക്കിയതാണ് ഈ ഒരു ഫുള്ള് സാധനങ്ങൾ. ഇന്നലെയാണ് മാർക്കറ്റാണ്. അപ്പോൾ ഇന്നലെ അതപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാൻ പോവാണ്. ബൈ. സോറി ഗൈസ്, ബബ്ബയല്ല, നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി കാണും. ഒറ്റിലേക്ക് വെക്കാം കരയാതെ മെല്ലെ കരയാതെ ഒരു കുലുക്കുമില്ലേ പ്രാന്തന്. അല്ല സോറി കേട്ടോടാ, ഞാനില്ല മൈനൊക്കെ ചെയ്തിട്ട് എനിക്ക് സ്ഥലം കൊണ്ടുപോകാൻ വരാം. നെവറേറ്റ് ആയതുകൊണ്ട് ഒരു സെക്കൻഡ് ആൾ അടിയായത്. ഇപ്പം നമ്മൾ വീടൊക്കെ പണിതെന്ന് ചോദിച്ചാൽ വീടൊക്കെ പണിതു, സെറ്റൊക്കെ പണിതു. മച്ചു എന്തൊക്കെയുണ്ട് ഇവിടെ? എവിടെയായിരുന്നു എൻ്റെ വീട് പണിത് ഞാൻ വീട് പറഞ്ഞു അകത്തെ ആ ഒരു ഭാഗത്തോട്ടാണ് എൻ്റെ കാഴ്ച. ഇവിടെയാണ് എൻ്റെ വീട്. ഇതേ കാഴ്ച എൻ്റെ വീട്. ഇതാണ് കാഴ്ച എൻ്റെ വീട്. കുഞ്ഞു സെറ്റപ്പാണ്. ഇത് വലിയ സെറ്റപ്പൊക്കെ നമുക്ക് ജസ്റ്റ് പാർവയൊന്നും നമുക്ക് കുഴപ്പമില്ല. റെസ്പോൺ പോയിന്റ് സെറ്റായില്ല നമുക്ക്. ഇതൊക്കെ നേരെ ഇങ്ങോട്ട് പോകും. എനിക്ക് എൻ്റെ ഹേർട്ടും ജസ്റ്റ് കുറയ്ക്കണം. ഇതടിക്കാത്ത ഡാമേജ് അടിക്കാത്ത ബൈ ഗൈസ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കും, അതൊക്കെ ഉറപ്പാണ്. ചൂസ് ചടാ. യെസ്, അതായത് ഈ സംഭവത്തിൻ്റെ അവിടെയാണ് എൻ്റെ വീട്. ഞാൻ പണ്ടിങ്ങനെ വില്ലേജിലൊക്കെ വരുമ്പം ഇവിടെ ഞാൻ വീടുണ്ടാക്കും. ഈ സാധനം പൊളിക്കും, ഈ സാധനം പൊളിക്കും, ഈ സാധനം ഫർണൈസും പൊളിക്കും, എല്ലാം പൊളിക്കും. ഇതും പൊളിക്കും. ഈ സാധനം ക്രാഫ്റ്റ് മാൻ എന്ന് പറയുന്നതിനകത്ത് അതിൻ്റെ ഒപ്പം അതും പൊളിക്കും. ഇത് അതൊക്കെ പൊളിക്കും. ഇതിനകത്തുനിന്ന് ഈ തടി പൊളിക്കും, എന്നിട്ട് ഇതും പൊളിക്കും. എന്നിട്ട് അവിടെ വേറൊരു ഇത് കെട്ടും, എന്നിട്ട് വലിയൊരു സ്പേസ് ആക്കും. ഇവിടെയും പൊളിച്ച് വലിയൊരു സ്പേസ് ആക്കും. എന്നിട്ട് ഇതൊക്കെ പൊളിക്കും, ഇവിടെയൊക്കെ പൊളിക്കും കേട്ടോ. എന്നിട്ട് വേറൊരു സെറ്റപ്പ് വീടാക്കി. ഈ വീട് സത്യം പറഞ്ഞ വീട് പൊളിച്ച് കോൺക്രീറ്റൊക്കെ ഇട്ട് എനിക്കൊരു വീട് പറയാനൊരു മടി. അതാണ് പ്രശ്നം. പിന്നെ നോക്കുകയാണെങ്കിൽ അവിടെ രാമച്ചെടിയിൽ കിപ്പുണ്ട്. അവൻ എന്താ പേടിയാണ്. അല്ല സ്റ്റാർട്ട് ഞാൻ കുഴി പെട്ടു കുട്ടാട്ടാ. സോംബീസൊക്കെ വരും, അതാണ് എൻ്റെ വീട്. നമുക്ക് ഈ വീട്ടിൽ കയറിക്കാൻ പറയാം. ഇത് കുഞ്ഞു വേണ്ടി വേർക്കാം, അത്രേ ഉള്ളൂ. അതേതാണ് ഒക്കെ അവനെ കടിച്ച കൊടുത്ത പറമ്പിൽ കളഞ്ഞുകൊണ്ട് ഒരു വീഡിയോയിലേക്ക് കിടക്കാനൊക്കെ നേരത്തെ പറഞ്ഞു. എന്തൊക്കെ അതായത് നമ്മുടെ മണിക്കുട്ടിയും അമ്മണിക്കുട്ടി മറ്റേ ഇവൻ്റെയാണ്, സോളോ മൈനറിൻ്റെ. അമ്മണിക്കുട്ടീനെ കട്ടുകൊണ്ട് വന്ന ഞാനാണ്. സോളോ മൈനർ അറിയണ്ട, എന്നാൽ സോളോ മൈനർ ഗെയിം പ്രാക്ടീസാണ് ടോംസാണെന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരാണ്, ഞാനാണ് നിൻ്റെ അമ്മണിക്കുട്ടീനെ കട്ടുകൊണ്ട്. എടുക്കത്തെ മുന്നേ ഒടുക്കത്തെ കഥയിലെ റാണിയാക്കാം. ഇത് കഴിഞ്ഞാൽ
പിന്നെ നോൺ സബബിൾ ഗെയിമർ എന്ന് പറഞ്ഞ ഗെയിമറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഇതെങ്ങനെ നിങ്ങൾക്ക് കളിക്കുക എന്നൊക്കെ ഞാൻ പഠിച്ചത്. അവരുടെ വീഡിയോ ഒക്കെ അടിപൊളി വീഡിയോ ആണ്. വീഡിയോ എൻ്റെ പൊന്നു വില്ലേജറെ ട്രേഡ് ചെയ്യട്ടെ. രണ്ട് എംബ്രോയിഡറി എടുത്ത് വെയിറ്റ് കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലൊന്ന് പോകണം. എനിക്ക് എവിടെ എൻ്റെ വീട്ടിൽ ഞാൻ വെറുതെ അടിച്ചത്. നിങ്ങൾ വീണ്ടും ഒന്നും കയറണ്ട. മറ്റു ട്രേഡ് വരുവാണെങ്കിൽ മാത്രം കയറിയാൽ മതി. ഓക്കെ. പിന്നെ അവരൊക്കെ പിന്നെ ഭയങ്കര പാവമായതുകൊണ്ട് ഈശ് ഇവിടെ നീങ്ങിയത് പോടാ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. ചവഞ്ഞ ബാക്കി അടി ഇങ്ങോട്ട് അടിക്കുക. എനിക്കൊന്നു പോയാൽ ഒന്നായതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഫുൾ സ്റ്റാക്ക് ലൈറ്റ് ഇരിപ്പുണ്ട്. എനിക്ക് വേറൊരു കൂട്ടുകാരന്മാരുണ്ട്. ഇതൊരു RP ആണ് ഇഷ്ടമെന്ന ലുക്ക് ദിസ് ഗൈസ്. എൻ്റെ എല്ലാം ഫുൾ സ്റ്റാക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ അവന്മാരെ ക്രിയേറ്റീവ് RP ആയതുകൊണ്ട് തന്നെ കൊല്ലും ഞാൻ എൻ്റെ പൊന്നോ ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ മൈനിങ് ചെയ്യാണ്. എന്തൊക്കെ മൈനിങ് ആണെന്ന് ഞാൻ ഈ ഡയമണ്ട് ഒരെണ്ണം വേണം. ഡയമണ്ട് എത്ര രീതിയിൽ പോയാലാണ് ഡയമണ്ട് കിട്ടുന്നത് എനിക്കറിയില്ല. ബിക്കോസ് ഐ എം ഫസ്റ്റ് ടൈം പ്ലേയിങ് പറയാനേ പറ്റുള്ളൂ. കാരണം ഡയമണ്ട് വെച്ചിട്ട് കളിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ബിക്കോസ് എത്ര അടിക്ക് പോകുമ്പോഴാണ് എത്രയൊക്കെ അടിയിൽ പോകുമ്പോഴൊക്കെ അല്ലേ ഡയമണ്ട് കിട്ടുള്ളൂ. ബട്ട് ഞാൻ കളിക്കുമ്പോൾ നേരെ അങ്ങ് ഒഴിച്ചു പോകും. ഭാഗ്യമുണ്ട് ഡയമണ്ട് കിട്ടും, ഭാഗ്യമില്ലെങ്കിൽ എല്ലാം പോകും. തലയും കുത്തി നിൽക്കണം ഭാഗ്യമില്ലെങ്കിൽ. എന്തോന്നാണത്? ഇത് കുറേ കിട്ടുന്നുണ്ടല്ലോ. ഐഷ് ഒരു കേവെങ്കിലും ഒന്ന് കാണിച്ചതാ. അവിടെ കേവിൻ്റെ ഒരു മണമൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഇതെടുക്കുമ്പോൾ ഇങ്ങനെ നിന്നിട്ട് വേണം നമ്മളിങ്ങനെ കുഴിക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ പെട്ടുപോകും. അപ്പോൾ നല്ല രസമാണ് ഉണ്ടാക്കാണ്. ഞാൻ എന്തൊക്കെയാണ് ഈ പറയണത് എനിക്കത് മനസ്സിലാവില്ല. എന്താണ് ഈ കണ്ടാലും അങ്ങോട്ട് തുടങ്ങി. ഈ സാധനം എനിക്ക് വേണ്ട. അത്ര ഉള്ളു. ഇത് നമ്മൾ ക്രിയേറ്റീവ് അടിക്കണം. അതേ സെറ്റപ്പ് നമ്മളെ ക്രിയേറ്റീവ് മുറിക്കില്ലേ, സെയിം സെറ്റപ്പ്. നെതറേറ്റ് വെച്ച് അടിക്കുമ്പോൾ നെതറേറ്റ് ഉണ്ട്. പ്രാന്തായ എനിക്ക് ഇന്നെന്താ നെതറേറ്റിൻ്റെ ഒരു കുഴപ്പമില്ല കേട്ടോ. നെതറേറ്റ് ക്വാളിറ്റി ചെയ്യാം. നേരെ പോയി നോക്കാം. വല്ലതും കിട്ടിയാലോ വല്ലതും കിട്ടിയാലോ. കുറേ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കുറേ ക്വാളിറ്റി. അങ്ങോണിൽ നിന്നൊരമ്പിളി അമ്പിളിക്കൊലക്കുള്ളിൽ ചോരക്കൊറിയുമ്പോൾ താനെ വലിഞ്ഞു കയറി തുരുത്തില്ലങ്ങു പതുങ്ങി. ഓ കുഞ്ഞിളം വാവേ കരയാ. പിന്നെ എനിക്കിന്ന് റീലിടണം. എല്ലാം സെറ്റാക്കണം. ഇതൊക്കെ ചീറ്റാട്ടോ. ഈ ചെസ്റ്റിലുള്ള ഫുള്ള് ചീറ്റാണ്. ബിക്കോസ് ബ്രെഡ് ചീറ്റാണ്. ബ്രെഡ് ചീറ്റ ഉള്ള സത്യം പറയാം. ബ്രെഡ് ടോർച്ച് ചീറ്റാണ്. അതൊക്കെ ഇനി അവന്മാരും ഉണ്ടാകുന്നതാണ് ഉള്ള സത്യം പറയാമല്ലോ. അതൊക്കെ ചീറ്റാണ്. ബട്ട് ഇനി ഇതായിട്ട് അതൊന്നും ചീറ്റില്ല. നിങ്ങൾക്ക് എൻ്റെ ഒറിജിനൽ ബോഡി കണ്ടാൽ കാണിച്ചു തരാം. കണ്ടോളൂ. കണ്ടോ? ഇതാണ് എൻ്റെ ഒറിജിനൽ ബോഡി എന്ന് പറയണത്. ആണ് എൻ്റെ ഒറിജിനൽ ബോഡി പറയണത്. നമ്മൾ വെറുതെ എന്തൊക്കെ ഉണ്ട് സുഖമല്ലേ? കുട്ടികൾ ഈ ഇതൊക്കെ കൊടുത്തിട്ട് ഈ നോച്ചിനാണെങ്കിൽ ഇത് മാറ്റി ഇത് കൊടുത്താൽ പോരെ. വോൾഫ് മാറ്റിയിട്ട് ഇത് കൊടുക്കത്തില്ലേ നോച്ചിന്? എൻ്റെ നോച്ചിനൊരു പൊട്ടനായതുകൊണ്ട്
സീറോ ബ്രെയിൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനാണ്. എന്നാൽ നമ്മളിതോട്ട് സീറോ ബ്രെയിനെ കണ്ടിട്ടില്ല. അതൊന്നും അത് നിങ്ങളറിയാം. നോച്ചപ്പോട്ടനായിട്ടില്ല. വേറെ ഉള്ളിൽ കയറും, വെറുതെ എല്ലാവരും ഉള്ളിൽ കയറും. എൻ്റെ പൊന്ന് എന്താ സാറെന്താ ഉദ്ദേശിച്ചേ? നമ്മൾ നേരത്തെ വീണത് ഉള്ളിൽ തന്നെ വീണു. ഇപ്പം ശരിയാക്കി തരാം. അത് നമുക്ക് നേരെ മറ്റില്ല ഇൻവെൻട്രിയിൽ കയറ്റിയാൽ പോരെ. അതൊക്കെ നമ്മൾ കയറ്റാം. ഇതിങ്ങനെ വിളിച്ചു പോയാൽ മതി. അപ്പം നമുക്ക് രക്ഷപ്പെടാൻ ഇമ്പോസിബിൾ ഇല്ല, പോസിബിളാണ്. നല്ലൊരു കുഴിയായിരുന്നു. ഇതാ ഇത്രയും നേരം ഞാനല്ലേ വീണു, ഇനി നീ കൂടി പെടാ. അല്ലെങ്കിൽ അടുക്കത്തെ കഥയില്ല. ഞങ്ങളുടെ വില്ലേജ് ഇതേപോലെ ഇത് കടിക്കുമോ? കടിക്കൂല. ലിട്ടിരിക്കട്ടെ. ലഡുക നമുക്കൊരു കുതിരനെ ലിട്ടിരിക്കട്ടെ. പിന്നെ നമുക്ക് മറ്റേതാണ്. ഇതെന്തുള്ളി വീട് തരും കോടീശ്വരത്തെ ഇവിടെ വില്ലേജിൽ കോടീശ്വരന്മാർ പലതരം. നിങ്ങൾ വീട്ടിൽ ഇത് ഇവന്മാർ ആദ്യം തറ ഇട്ടിട്ട് ഇത് ബുക്ക് സ്റ്റോളായി. കോടീശ്വരൻ്റെ വീടൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് പണിതുണ്ട്. സെറ്റ് അടിപൊളിയായിട്ട് പണിതുണ്ട്. അമ്മമാർക്കില്ല എന്ത് പിന്നെ ഇതും കൂടി പണിയായിരുന്നു. മറ്റേ ഒരു സ്റ്റെയർ താഴോട്ട് ഇറങ്ങി പറഞ്ഞേ. ഒരു അമ്മൂനെ പശുവിനെ കൊന്നിട്ട് നമുക്ക് ഇന്നത്തേക്കുള്ള ഭക്ഷണം വെക്കാം. പച്ചിറച്ചി തിന്നാണെങ്കിൽ പച്ചിറച്ചിയിൽ മണ്ണ് പെട്ട തുന്നി കൂടാൻ പറ്റൂല എന്നല്ലേ. പിന്നെ മറ്റേ ഇവിടെയൊക്കെ ഉണ്ട് ഈ ഇതേ കൈസോടെ കുറേ ഇട്ടല്ലേ കുതിര. നമുക്ക് എടുക്കാനേ കുറച്ച് നേരം എടുക്കാം, കുറച്ച് നേരം ആകട്ടെ. നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ കൊണ്ട് കെട്ടിയിടാം. ഫാട്ടാ മോനെ ഫാട്ടാ. ഇങ്ങോട്ട് കൊച്ചും വരുന്നുണ്ടല്ല. ഒരു കുതിര നമുക്ക് ഫ്രീ. ഓക്കെ സെറ്റ് ഗൈസ്, ഒരു കുതിര നമുക്ക് ഫ്രീ. വാങ്ങോട്ട് ഒന്നുവാടാ നീ കാണിക്കണമെന്ന്. എൻ്റെ വീടെത്താറേ ബാബാ. ഇങ്ങോട്ട് വാടാ. ഈ എന്തോന്ന് കാട്ടണേ അങ്ങോട്ട്. ഡൗൺ സിൻഡ്രോം അത് മോള് CP അല്ലേ, മോളെ CP എന്ന് പറയുന്ന പോലെ അത് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. നീ ഇവിടെ എൻ്റെ കുഞ്ഞിനെ ഞാനങ്ങ് എടുക്കുക. ബിക്കോസ് ഇപ്പോൾ എന്തോന്ന് എൻ്റെ ചോദിച്ചാൽ ഞാൻ ഒരു ടീച്ചറിൻ്റെ ആ ടീച്ചറിൻ്റെ കുഞ്ഞിനെന്തോ ഒരു ഈ ബ്രെയിനിന് എന്തൊക്കെ പറ്റിയതാണ്. അപ്പോൾ അത് ആരാന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ബുഷ്ര. തേനീച്ചനെ വല്ലതും ചെയ്താൽ തേനീച്ച നമ്മളെല്ലാം ചെയ്യും. ഇല്ല ബട്ട് നമ്മളിത് പൊളിച്ചുകളഞ്ഞല്ലേ, അവന്മാർ നമ്മളെല്ലാം ചെയ്യും. കാട്ടിക്കൂടി ഒരു യാത്ര. ആയിഷേ എന്തോന്ന് തേനീച്ചത് ഒന്നും ചെയ്യൂല. രാത്രി ആവാറായി. എനിക്ക് കഴിഞ്ഞ രാത്രി പേടിയാണ്. പിന്നെ നമുക്ക് രാത്രി അത്ര അങ്ങോട്ട് അധികം അങ്ങോട്ട് നിൽക്കണ്ട. നീ കിടന്നോടാ മോനെ, കാക്ക കുഴപ്പമൊന്നുമില്ല. നീ കിടന്നോട്. എണീറ്റ് പോടാ കുരിപ്പേ. വാ എവിടെയാ
ചെറുക്കനെ കുരിപ്പയെന്ന് വിളിക്കണ്ടായിരുന്നു. പടച്ചോനെ എന്തിങ്ങനെ? നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം പോണേ. ഓക്കെ, എന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഒരു സ്ഥലം വരെ പോവാണ്, എന്നിട്ട് ടാബും കുത്തിയണം, അതേ ഉള്ളൂ. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ ആർമറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം പുതിയ വീഡിയോയിലേക്ക് വരുന്നത് ബൈ.